എനിക്ക് ആക്ച്വലി അങ്കമാൽ ആ ഒരു രീതിയിൽ മാത്രമല്ല തോന്നിയത്. ഒരു ഏതൊരു കാലഘട്ടത്തിൻ്റെ ആണെന്നെങ്കിലും സ്ത്രീ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് അങ്കമാൽ പറഞ്ഞു വെക്കുന്നത്. എൻ്റെ വ്യൂ അനുസരിച്ചിട്ട് അങ്ങനെയല്ല തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു സിംഗിൾ പാരൻറ്റിങ് 2 മക്കളെ വളർത്തുന്നതും എനിക്ക് 2 കഥാപാത്രങ്ങൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചായിട്ട് തോന്നി. ഒന്ന് അങ്കമ്മാളും അതുപോലെ തന്നെ അങ്കമ്മാളുടെ മൂത്ത പുത്രനെയാണ് ഇളയ പുത്രനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത്. കാരണം 2 കാലഘട്ടത്തിൻ്റെ തന്നെയാണ് അവൻ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ അമ്മയോടുള്ള ദേഷ്യമൊന്നും അല്ല അത്. അവൻ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഭാഗം അതിനകത്ത് കാണുന്നുണ്ട്. ഇടയ്ക്ക് അവനെ പഠിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ തിരിച്ചറിയുന്നത് 2 മക്കളോടുള്ള വിവേചനമുള്ള അങ്കമ്മാളിനെ അല്ല, മറിച്ച് എൻ്റെ മക്കളെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു മകൻ വിദ്യയിൽ മിടുക്കനാണ് എങ്കിൽ മറ്റവൻ ആ വിദ്യയിൽ കുറവാണെങ്കിൽ അവന് വേണ്ടുന്ന പാത തെളിച്ചു കൊടുക്കുന്ന ഒരു അങ്കമ്മാളിനെയാണ് കാണുന്നത്. മക്കളെ ഏറ്റവും കൂടുതൽ ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഒരു സ്ത്രീ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതെന്ന് അങ്കമ്മാൾ ഇതിൽ പറയുന്നുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം, അങ്കമ്മാളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു സ്ത്രീ, അവർ പച്ചയായ സ്ത്രീയാണ് അങ്കമ്മാൾ ഇതിനകത്ത് കാണിക്കുന്നത്. അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമാകട്ടെ, അവരുടെ മറ്റ് സ്വാതന്ത്ര്യങ്ങൾ എന്ത് തന്നെയായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് മാറ്റാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ഉള്ളിലെ അമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മക്കൾക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതാണ്. സോ ദാറ്റ്സ് മദർ എന്ന് പറയുന്നത്. അങ്കമ്മാൾ എന്ന് പറയുമ്പോൾ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരമ്മ ഇങ്ങനെയായിരിക്കണം. അവളൊരു സ്ട്രോങ് ആയിരിക്കണം. സമൂഹത്തിൽ അവൾക്കുള്ള ഒരു വില അവൾ കൽപ്പിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും അവൾ സ്വാതന്ത്ര്യത്തോടെ പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവളുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതും, തൻ്റെ മകൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കാതെ ഞാനത് മാറിയേനെ. മകനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു അമ്മയെ അവിടെ കാണുന്നുണ്ട്. സോ ഫോർ മീ അങ്കമ്മാൾ ഈസ് എ സ്ട്രോങ് വുമൻ ആൻഡ് എ സ്ട്രോങ് മദർ.